ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കൊണ്ടപ്പോഴത്തേക്കും മണിക്കുട്ടൻ, നല്ല പേര് എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംകുമവും ഇട്ട് കൊടുത്തിട്ട് 24 മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാച് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളും. വിവരം കെട്ടവന്മാരെ, നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു? നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേടാ ഊളകളെ. ഇതുപോലെ ക്രിസ്ത്യാനികൾ യേശു എന്നുള്ള പേരിലും ജീസസ് എന്നുള്ള പേരിലും ഒക്കെ ആയിട്ട് ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർ വിളിക്കുന്ന ദൈവം ആരെന്നറിയത്തില്ല. പെന്തക്കോസുകാരാ, ഇനിയെങ്കിലും മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയെ, കത്തോലിക്ക, ഓർത്തഡോക്സുകാരാ, യാക്കോബിറ്റുകാരാ, നീ വിളിക്കുന്നൊരു സാത്താനെയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. റീന ഫ്രാൻസിസ് ജെറുസലേം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകൾക്കെതിരെ അസഭ്യവും വിഷം തുപ്പുകയും ചെയ്തുകൊണ്ടിരുന്ന, അതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ സംഘികളും ക്രിസ്സംഘികളും തലയിൽ വെച്ച് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നവർ ഈ വർഗീയവാദി പറഞ്ഞത് കേട്ടില്ലേ? യഹൂദരുമായുള്ള ഇടപെടലുകൾ ഈ സ്ത്രീയിൽ എത്രമാത്രം മാറ്റം വരുത്തിയതെന്ന് നമ്മളെല്ലാവരും നോക്കുക. തന്നെ ഇതുവരെ പൊക്കിപ്പിടിച്ചവർക്കും തോളിയേറ്റ് നടന്നവർക്കും അവസാനം റീന ഫ്രാൻസിസ് നല്ല കനത്ത മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത സംഘികളും ക്രിസ്സംഘികളും ആരായി മാറി? ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിഷജന്തുക്കളെ 9 out of 10 people try to